നമസ്കാരം. 8 ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും വിൽമോറും മടങ്ങിയെത്തിയത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അത് അവരുടെ കുറ്റം കൊണ്ടായിരുന്നില്ല. സാങ്കേതിക കാരണങ്ങൾ കാരണമാണ് അവർക്ക് 9 മാസം അവിടെ കഴിയേണ്ടി വന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം, ഇവർക്ക് എത്രയായിരിക്കും ഇതിന് പ്രതിഫലം ലഭിക്കുക, നഷ്ടപരിഹാരം ലഭിക്കുക എന്നൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചൊക്കെ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഒരുപക്ഷെ ഇവർക്ക് സമ്മാനമായി നൽകുകയും വലിയ സ്വീകരണം നൽകുകയൊക്കെ ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഞെട്ടിക്കുന്ന പ്രതിഫലമൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. സാധാരണ ഇവർ അവിടുത്തെ ജീവനക്കാരാണ്. ഇവർക്ക് ശമ്പളം എത്രയാണോ ഉള്ളത് അതനുസരിച്ചുള്ള പ്രതിഫലം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. ഓവർ ടൈമോ മറ്റ് അലവൻസുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഒരു മുൻ ബഹിരാകാശ യാത്രിക ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി കിട്ടുന്ന ശമ്പളവും കേരളത്തിലെ PSC മെമ്പർമാർക്കും ചെയർമാനുമൊക്കെ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ശമ്പളമൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ തുച്ഛമായ തുകയാണ് ബഹിരാകാശത്ത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട സുനിത വില്യംസിനും അവരുടെ സഹപ്രവർത്തകനും ലഭിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. ബഹിരാകാശ യാത്രികയായിരുന്ന കാഡി കോൾമാൻ പറയുന്നത് പ്രതിദിനം ചെറിയ തുകയാണ് ശമ്പളം ലഭിക്കുന്നതെന്നും തനിക്കിത് ദിവസം $4 അമേരിക്കൻ ഇതിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നുമാണ്.